വെളിപ്പാടുകളുടെ ആധിക്യത്താൽ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അപ്പൊ ചിലർക്കൊക്കെ എല്ലാം തന്നാൽ ഒരു കൊച്ചു ശൂലം കൂടെ തരും. എല്ലാവരും പറഞ്ഞില്ല, എല്ലാം തന്നു, കൊച്ചിൻ്റെ കാര്യം മാത്രം അങ്ങോട്ട് കുഞ്ഞു ശൂലമാ, തകർക്കാൻ വേണ്ടി ഒന്നും അല്ലെന്നേ. അതാ ഇന്നത്തെ പ്രസംഗം. അപ്പൊ ജഡത്തിൽ എനിക്കൊരു ശൂലം. ആ ശൂലം എന്താണെന്നറിയാം? പൗലോസ് അതിനെ ഉപമിക്കുന്നത് കേട്ടോണം. സ്തോത്രം. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് സാത്താന്റെ ഒരു ദൂതനെ, അങ്ങനെ ഒരു അക്ഷരീയമായൊരു ദൂതൻ നിന്നൊന്നും കുത്തുന്നില്ല. പക്ഷെ ഈ വേദപണ്ഡിതാക്കളുടെ നിഗമനം പൗലോസിന്റെ വീഴ്ചയിൽ കണ്ണിന് തകരാറ് പറ്റിയെന്നാണ്. ഞാൻ ആ വാദത്തിലൊന്നും അല്ല പറയുന്നത്. എന്തോ ഒരു അസുഖം പൗലോസിന്, എന്തോ ഒരു അസുഖം നമുക്കും ഒക്കെ ഇല്ലയോ? ഒരാൾ പറയും എനിക്ക് ഭയങ്കര BP യാ, മറ്റേ ആൾ ചിരിക്കുക എനിക്ക് BP ഇല്ല പക്ഷെ കൊളസ്ട്രോൾ ഉണ്ട്. ചിലർ പറയും BP ഇല്ല, കൊളസ്ട്രോൾ, ഒരു ഷുഗറും ഇല്ല, ഒരു മുട്ടുവേദന മാത്രം, അത് മതിയല്ലോ 3-4 മാറ്റി വെക്കാൻ. ചിലർ പറയും എനിക്ക് BP ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗറും ഇല്ല, നെഞ്ച് പടപടപടപടപടപടാന്ന് അടിക്കുക, അല്ലാതെ എനിക്കൊരു. അപ്പം എല്ലാവർക്കും എന്തേലും ഒരു കുഞ്ഞു സാധനമുണ്ട്. അപ്പം അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന്, ഇനി ചിന്ത തുടങ്ങുന്നേ, അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ഞാൻ 3 വട്ടം 3 ഉപവാസ പ്രാർത്ഥന നടന്നു. 3 പ്രാർത്ഥനയിലും ദൈവം എന്നോട് സംസാരിച്ചു. ഒറ്റ കാര്യമേ സംസാരിച്ചുള്ളൂ. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി. പൗലോസേ, രോഗം മറന്നേര്, എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് ഞാൻ തുള്ളിച്ചടൊരു വക പറയാ, അസുഖമുണ്ടെങ്കിലും അതിൻ്റെ മീതെ കൃപയുണ്ട്, പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ മീതെ കൃപയുണ്ട്, പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിൻ്റെ മീതെ കൃപയുണ്ട്, മോന് പോരാട്ടമുണ്ടെങ്കിലും അതിൻ്റെ മീതെ കൃപയുണ്ട്. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്തിനാ? ഇത് ഒഴിഞ്ഞു പോകാനാ. കാരണം ബൈബിളിലുണ്ടല്ലോ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി, അങ്ങനെയാന്ന് ഇത് ഒഴിയേണ്ടില്ലയോ? കഴിഞ്ഞ 24 മണിക്കൂർ ഞങ്ങൾ വിചാരിച്ചത് ആ പ്രാർത്ഥന കഴിയുമ്പോൾ ഒഴിയുമെന്ന്, ഒഴിഞ്ഞില്ല. ഇനി അടുത്ത പ്രാർത്ഥന നടക്കുമ്പോൾ ഒഴിയുമെന്നാ വിശ്വസിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുക, സഹോദരൻ, ഒഴിഞ്ഞാലും ഇല്ലേലും എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ. സാത്താൻ്റെ ദൂതം കുത്തിക്കോട്ട്, പക്ഷെ എൻ്റെ കൃപ അതിൻ്റെ മേളിൽ നിൽക്കുക.